KSU പ്രതിനിധി തൗഫീഖ് രാജൻ നമ്മൾക്കൊപ്പം ഉണ്ട്. ഇതിൽ SFI വളരെ ശക്തമായി ഒരു സമൂഹത്തിന് കൃത്യമായി ബോധ്യപ്പെടും വിധത്തിലേക്ക് ഒരു വിട്ടുവീഴ്ചയും ആർലേക്കർ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ തുടർച്ചയിൽ ആർലേക്കർ എങ്ങനെ കേരളത്തിൻ്റെ സർവകലാശാലകളെ സംഘീവൽക്കരിക്കുന്നു, കാവ്യവൽക്കരണം എങ്ങനെ നടപ്പാക്കുന്നു, ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ തന്നെ അതിശക്തമായി തന്നെ അതിനെതിരെ പോരാടും എന്ന് SFI ഇന്ന് ഈ ശക്തമായ സമരത്തിലൂടെ ഒരു നിലപാട് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആർലേക്കർ അത്തരം കേരളത്തിൻ്റെ പ്രതിഷേധം അർഹിക്കുന്ന ആൾ തന്നെയാണ് എന്ന് KSUവും പൊതുവിൽ ആ രാഷ്ട്രീയവും കരുതുന്നുണ്ടോ തൗഫീഖ്? ശരത്തെ, ഇവിടെ ഗവൺമെൻറ് പോരിൽ കേരളത്തിലെ വിദ്യാർത്ഥികളുടെ ഭാവി വെച്ച് പന്താടാൻ ഇവർ രണ്ടുപേരും ശ്രമിക്കരുത് എന്നുള്ളതാണ് ആമുഖമായി പറയാൻ ആഗ്രഹിക്കുന്നത്. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖല, ഉന്നത വിദ്യാഭ്യാസ മേഖല സമാനതകളില്ലാത്ത തരത്തിലുള്ള പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന വർത്തമാന കാലഘട്ടത്തിൽ ആ വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ടതിന് പകരം ഇത്തരത്തിലുള്ള വിഷയങ്ങളിലേക്ക് വഴിമാറ്റി വിടുന്നത് വ്യക്തമായുള്ള അജണ്ടയുടെ ഭാഗമാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ശരത്തിന് വളരെ കൃത്യമായി അറിയാമല്ലോ, കേരളത്തിലെ 13 സർവകലാശാലകളിൽ 12 സർവകലാശാലകളിലും താത്കാലിക VC-മാരാണ്. SFIക്ക് ഈ വിഷയത്തിൽ നോ കമൻസ് ആണ്. അതിനോടൊപ്പം തന്നെ കേരളത്തിലെ 66 ഗവൺമെൻറ് കോളേജുകളിൽ 65 ഗവൺമെൻറ് കോളേജുകളിലും പ്രിൻസിപ്പൽമാരില്ല. ഈ വിഷയത്തിൽ SFIക്ക് നോ കമൻസ് ആണ്. കേരള സർവകലാശാലയിൽ അടുത്ത കാലത്തെങ്ങും ഒരു സർട്ടിഫിക്കറ്റ് ഒപ്പിടാൻ കഴിയാത്ത തരത്തിലേക്ക് ഒരു ഭരണ പ്രതിസന്ധി ഉണ്ടാക്കി ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി തുലാസിലാക്കിയ വിഷയത്തിൽ SFIക്ക് നോ കമൻസ് ആണ്. ഇതിലൊക്കെ മനമെടുത്ത് ഹയർ സെക്കൻഡറി തലത്തിന് ശേഷം, ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസത്തിന് ശേഷം ഉന്നത വിദ്യാഭ്യാസത്തിനായി കേരളം വിട്ട് മറ്റു സംസ്ഥാനങ്ങളിലേക്കും മറ്റു രാജ്യങ്ങളിലേക്കും കുടിയേറുന്നവരുടെ ശതമാനം 42% വിദ്യാർത്ഥികളുടെ ശതമാനം. ആ വിഷയത്തിൽ SFIക്ക് നോ കമൻസ്. വലിയ രീതിയിൽ ബ്രെയിൻ ഡ്രെയിൻ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വിഷയങ്ങളിലെല്ലാം നോ കമൻസ് നിലപാട് തുടരുന്ന SFIയുടെ നിലപാടാണ് ശരത്തെ ഈ ഘട്ടങ്ങളിൽ ഏറ്റവും സംശയാതീതമായി മാറിക്കൊണ്ടിരിക്കുന്നത്. KSU നിലപാട് വ്യക്തമാക്കേണ്ട ഘട്ടങ്ങളിലെല്ലാം വളരെ കൃത്യമായി മുന്നോട്ട് പോയിട്ടുണ്ട്. ഇവിടെ ശരത്തിന് വളരെ കൃത്യമായി അറിയാമല്ലോ, SFI സമരം ചെയ്തതിനേക്കാൾ വർദ്ധിത വീര്യത്തോടുകൂടി പറയൂ തൗഫീഖ്. ഇന്നത്തെ ഒരു ദിവസം അല്ലെങ്കിൽ ഇപ്പോൾ കടന്നു പോകുന്ന ദിവസങ്ങളിൽ KSU ഒരു നിലപാടും അഭിപ്രായവും സമരവും ചെയ്യേണ്ടവരല്ല എന്നാണോ? സമയം ആവശ്യം വരുമ്പോൾ പറയാമെന്നാണ്, ഇപ്പോൾ ആവശ്യമില്ല എന്നാണ് അതിൻ്റെ അർത്ഥം തോന്നുന്നു. KSU നിലപാട് കേരളത്തിലെ വിദ്യാർത്ഥികളോടൊപ്പമാണ്. കേരളത്തിലെ വിദ്യാർത്ഥികളുടെ ഭാവി വെച്ച് പന്താടാൻ ഇവരുടെ നാടകം കൊണ്ട് അനുവദിക്കില്ല എന്നുള്ളതാണ് KSU നിലപാട്. ഗവർണറും ചേർന്ന് വിദ്യാർത്ഥികളുടെ ഭാവി തുലയ്ക്കരുത് എന്നുള്ളതാണ് KSU നിലപാട്. ചാൻസലറും വൈസ് ചാൻസലർമാരും, താങ്കൾ പറഞ്ഞ പോലത്തെ ദ സോ കോൾഡ് വൈസ് ചാൻസലർമാർ ചെയ്യുന്ന താൽക്കാലികക്കാർ, അവരെ കൂടി ചേർന്ന് ചെയ്യുന്നത് ഈ വിദ്യാർത്ഥികളുടെ ഭാവിക്ക് ഒട്ടും ഗുണകരമല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ അതിനെതിരെ സമരം ചെയ്യണ്ടേ? എന്തേ സമരം ചെയ്യാത്തത്? ശരത്തെ, KSU സമരം ചെയ്യേണ്ട വിഷയങ്ങൾ KSUവിന് സമരം ചെയ്യാൻ അറിയാം. ഇന്ന് തലസ്ഥാനത്ത് നടന്ന സമരത്തെ കുറിച്ചാണ്, ഇന്ന് സർവകലാശാലയിൽ നടന്ന സമരത്തെ, ഇന്ന് തലസ്ഥാനത്ത് നടന്ന സമരത്തെ കുറിച്ചാണ് ശരത്ത് സൂചിപ്പിക്കുന്നതെങ്കിൽ, ശരത്ത് എന്ത് വെൽ സെറ്റിൽഡ് മികച്ച തിരക്കഥയിൽ MP ഗോവിന്ദൻ CPMന്റെ സംസ്ഥാന സെക്രട്ടറി സംവിധാനം ചെയ്ത് SFI പ്രവർത്തകർ അഭിനേതാക്കളായ ഒരു സമരാഭാസ നാടകമാണ് ഇന്ന് തലസ്ഥാനത്ത് അരങ്ങേറിയത് എന്ന് പറയേണ്ടി വരും. ശരത്തെ, എന്താണ് അവിടെ സംഭവിച്ചത്? ശരത്തെ, ദൃശ്യങ്ങൾ കണ്ടതാണെങ്കിൽ നമ്മളെല്ലാവരും, എല്ലാ മാധ്യമങ്ങളും ഇന്ന് ബാക്കി എല്ലാ വാർത്തകളും, ഒരു കാര്യം കൂടി, ഈ ആ ദൃശ്യങ്ങൾ ശരത്ത് കണ്ടാൽ വളരെ കൃത്യമായി മനസ്സിലാകും. യൂണിവേഴ്സിറ്റിയുടെ ഗേറ്റ് തുറന്നു കൊടുക്കുന്നത് പോലീസ്, അകത്ത് ഗ്രില്ല് തുറന്നു കൊടുക്കുന്നത് പോലീസ്, കൈപിടിച്ച് അകത്തേക്ക് കയറ്റുന്നത് പോലീസ്, എന്നിട്ടും തീർന്നില്ല, ഗ്രില്ല് തട്ടി പ്രവർത്തകരുടെ കൈമുറിയാതിരിക്കാൻ സംരക്ഷണ കവചം ഒരുക്കുന്നത് പോലീസ്. വ്യക്തമാണ് ശരത്തെ, പോലീസ് പിന്തുണയോടുകൂടി പോലീസ് ഒരുക്കിയ ഇല്ലീഗൽ പ്രൊട്ടക്ഷന്റെ തണലിൽ സർവകലാശാലയിൽ ഒരുക്കിയ ഒരു സമര നാടകമാണ് SFIയുടെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ VC വിഷയത്തിൽ